എടാ എൻ്റെ 5 പൈസ ഇല്ലെന്ന്, നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. ആ ഫസ്റ്റ് പുഷ്പയെടുക്കും ചോദിച്ചാൽ അവൾ എന്നെ ഓടിച്ചിട്ടിരിക്കും. അമ്മ മേടിക്കാൻ അങ്ങോട്ട് എന്നാ മതി. എടാ നടക്കത്തില്ല, എനിക്ക് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനൊന്നും. പോടാ പോയി പണി നോക്ക്. നീ എവിടുന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യടാ. പോയി എൻ്റെ ഒന്നും ഇല്ല, അഡ്ജസ്റ്റ് ചെയ്യും. എനിക്കിന്ന് എൻ്റെ വീട്ടിൽ പോണം. നിനക്ക് നിന്റെ വീട്ടിൽ പോവാം ഇന്ന്. അതെ, നിങ്ങളും വരണം. എന്നെ കൊണ്ട് വരാൻ പറ്റത്തില്ല. അതെന്താ? എനിക്ക് വേറെ ഒരുപാട് പരിപാടിയുണ്ട്, എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന്. എന്തിനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ ഒരു തോട്ടിക്കോല് പോലത്തെ ഒരു മോനില്ലേ, അവനെ വിളിച്ചോണ്ട് പോകും. ആ മോനും മോളൊന്നും വരണ്ട, നിങ്ങൾ മാത്രം വന്നാൽ മതി. എന്നെ കൊണ്ട് വരാൻ പറ്റത്തില്ല പുഷ്പേ. അതെന്താന്നാ ഞാൻ ചോദിച്ചേ. നീ അവളെ കൊണ്ടുവന്നിട്ട് നിന്റെ മറ്റേ കാലൻ കലാധരനെ കൊണ്ട് എന്നെ കുറ്റം പറയിക്കാനല്ലേ? അങ്ങനെ എൻ്റെ അച്ഛൻ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് അത് നിങ്ങൾ നന്നാവാൻ വേണ്ടി മാത്രം. അയ്യോ, ഈ ലോകത്ത് എത്ര പേരാ കുറ്റം കേട്ടിട്ട് നന്നാവുന്നത്? അങ്ങനെ എനിക്ക് നിന്റെ അച്ഛന്റെ കുറ്റം കേട്ടിട്ട് നന്നാവണ്ട. എന്നാ വേണ്ട, ഞാൻ എൻ്റെ അച്ഛനോട് പറയാ, നിങ്ങൾ ഉപദേശിക്കണ്ടെന്ന്. വെറുതെ എന്തിനാ എൻ്റെ അച്ഛൻ്റെ സമയം കളയുന്നത്? ആക്കല്ലേ, ഒരു വരെ ആക്കി പറയല്ലേ. അങ്ങനെ തോന്നിയാ? അങ്ങനെ തോന്നി. നിന്റെ അച്ഛൻ്റെ ഒക്കെ പോയി നീ ഉപദേശിക്കേണ്ടെന്ന് പറഞ്ഞെങ്കിൽ നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാൽ മതി, എന്നെ കൊണ്ട് വരാൻ സാധിക്കില്ല. ഞാൻ നിങ്ങളെയും കൊണ്ടേ പോകത്തുള്ളൂ. എടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ നീ. അത് സാരമില്ല, 2 എണ്ണം കൊണ്ടാലും പ്രശ്നമില്ല. എന്നാലും നിങ്ങളെ കൂട്ടിയിട്ട് ഞാൻ പോകും. എന്തൊരു കഷ്ടമായത്. എടി എനിക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്ത് കാര്യങ്ങൾ? അത് നിന്നെ എന്തിനാ അറിയിക്കുന്നത്? എന്നിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ട്. പോയേ പുഷ്പേ. അപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ വരത്തില്ല? ഞാൻ ഒരിക്കൽ പറഞ്ഞു വരത്തില്ല എന്ന്. നീ എൻ്റെ ചോദിക്കാൻ നിൽക്കല്ലേ. പോ. എന്നാ ഞാൻ വേറെ ആരെങ്കിലും വിളിച്ചോണ്ട് പോട്ടാ? വേറെ ആരെ വിളിച്ചോണ്ട് പോകും? അല്ല, അങ്ങനെ പോയാലോ? നിനക്ക് അതിനുള്ള ചങ്കൂറ്റുണ്ടോ? നീ പോ, കാണട്ടെ. ചിലപ്പോ ഉണ്ടെങ്കിലോ? എടി ഈ ലോകത്ത് നിന്നെ സഹിച്ച് നിന്റെ കൂടെ വരാൻ ഒരൊറ്റയാളേ ഉള്ളൂ, ഒരു പൊട്ടങ്കണാപ്പനായ ഞാൻ. അത് നിങ്ങളെ തോന്നൽ മാത്ര. ഞാൻ വിചാരിച്ചാലും പലതും നടക്കും. എടി മിടുക്കി, എന്താ നീ ഒന്ന് വിചാരിച്ച് കാണിക്കേ. അങ്ങനെ വിചാരിച്ച് കാണിച്ചാൽ നിങ്ങൾ തോറ്റുപോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ആര് ജയിക്കുന്നു? ഇവിടെ ഒന്നും തോറ്റോണ്ടിരിക്കുകയല്ലേ, തുണി അലക്കുന്ന ഞാൻ. അല്ലല്ല, അങ്ങനെയല്ല. ആ തോൽവി വേറെ, ഈ തോൽവി വേറെ. എനിക്ക് എല്ലാ തോൽവി ഒരുപോലെ തന്നെ. നീ ഒന്ന് ജയിച്ച് കണ്ടാ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ അതൊന്ന് ചെയ്ത് കാണിക്കാം. നീ ചെയ്ത് കാണിക്കോ, ശ്രമിച്ച് കാണിക്കോ, എന്ത് വേണം ചെയ്തോ, ഞാനിവിടെ ഇരിപ്പുണ്ട്. പിന്നെ ചോദ്യം ചെയ്യാൻ വരരുത്. നെവർ, നഹി നഹി. ഷുവർ അല്ലേ? സംശയം എന്താ? ഡൈവോഴ്സ് നോട്ടീസും വരും. എന്തിന്? അല്ല, സാധാരണ എന്തിനാ ഡൈവോഴ്സ് നോട്ടീസ് വരുന്നത്? ഡൈവോഴ്സ് ചെയ്യാൻ അല്ലേ? ആ, അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യും നിങ്ങൾ? ഇനി നിനക്ക് എന്നെ കൂടെ വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ നിന്റെ കൂടെ ഒട്ടി കിടക്കുന്നത്? ഞാൻ എൻ്റെ 4 പിള്ളേരുമായിട്ട് അവരെയും കെട്ടിപ്പിടിച്ച് കട്ടിൽ കിടന്നു. പിള്ളേർ എൻ്റെ കൂടെ വന്നാൽ എന്ത് ചെയ്യും? അതെനിക്ക് അത്ര തോന്നുന്നില്ല. നിങ്ങളെ തോന്നലാ അത്. എൻ്റെ മക്കൾ എൻ്റെ കൂടെ തന്നെ വരും. നീ നിന്റെ ആലോചനയും നിന്റെ ബുദ്ധിയും നിന്റെ ഈ വക്രബുദ്ധിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓരോന്നായിട്ട് എൻ്റെ കൂടെ വരും. ഇന്നിപ്പോൾ നിന്റെ അച്ഛനെ കാണാൻ പോകാൻ പോലും നിന്റെ പിള്ളേർ വരുന്നില്ലല്ലോ. പിന്നല്ലേ ഡൈവോഴ്സ് ചെയ്തിട്ട് നിന്റെ കൂടെ 4 പിള്ളേർ വരാൻ പോണത്? നിങ്ങൾക്കും വരാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ പിന്നെ എനിക്ക് എന്തിനാ നിങ്ങളാ? നീ ഡൈവോഴ്സ് ചെയ്യുന്നത് അതാ നല്ലത്. നോട്ടീസ് വരുമ്പോ ഇങ്ങനെയുള്ള ഈ ചിരി ഉണ്ടല്ലോ, അത് ഇങ്ങനെ തന്നെ ഉണ്ടാവണം. പ്ലീസ് എന്നെ ഒന്ന് ഡൈവോഴ്സ് ചെയ്യൂ പ്ലീസ്. വലിച്ച് കീറുന്നെ ഡൈവോഴ്സേ നോട്ടീസ് ആയിരിക്കും. അതെനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ വലിച്ചു കീറും. ഡൈവോഴ്സ് ചെയ്യല്ലേ, അങ്ങനൊന്നും ചിന്തിക്കരുതേ, അതൊക്കെ മഹാപാപമല്ലേ. ഒരെണ്ണം കുറവുണ്ടല്ലോ. ആ പ്രകാശന് ഞാൻ പണയം വെക്കാൻ കൊടുത്തതാ, അതിന് കിട്ടത്തൊന്നുമില്ല. തേടിയ വള്ളി കാലിച്ചുറ്റി. നീ എന്തോടാ പറയാതെ കയറുന്നു? ഞാനെന്തിനാ അമ്മയുടെ മുറിയിലൊക്കെ പറഞ്ഞിട്ട് കയറി വരുന്നത്? എൻ്റെ അമ്മയല്ലയോ, എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി വന്നതാ. അന്നപ്പോഴല്ല ഇതൊക്കെ കണ്ടത്. നിറയെ സ്വർണ്ണം ഉണ്ടല്ലോ. ഇതൊക്കെ എൻ്റെ തരാന്നുണ്ടെങ്കിൽ ഞാനിതൊക്കെ സേഫ് ഡിപ്പോസിറ്റ് ലോക്കറിൽ കൊണ്ടുവച്ച് പൂട്ടിയിട്ട് താക്കോൽ അമ്മയെ ഏൽപ്പിക്കാം. എടാ, കള്ളൻ്റെ ആരെങ്കിലും താക്കോല് കൊടുക്കോടാ? നിന്നെ പോലെ ഒരു ഭൂലോക കള്ളനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എല്ലാം കൂടെ ഇങ്ങനെ കെട്ടിപ്പൊഴിഞ്ഞു വെച്ചോ. അവസാനം ഉണ്ടല്ലോ ഒരു കള്ളി വന്ന് ഈ സ്വർണ്ണമെല്ലാം കൂടി ആകെ മൊത്തം എടുത്തോണ്ട് ഒരൊറ്റ കിടത്തിടണം. ആരാന്ന് വെച്ചിട്ടാ?
ആരാ? സരിത. ഓ ദേ പറഞ്ഞ നാവ് വായിലോട്ടിട്ടില്ല, ആളെത്തി. കൃത്യ ടൈമിങ്ങാ. എന്റെ അമ്മയുടെ മുറിയിൽ വരാൻ എനിക്ക് സമയം നോക്കണോ? എന്തിന്? എവിടെ ഇവ പറയുകയാണേ നീ എന്റെ സ്വർണ്ണം എല്ലാം അടിച്ചോണ്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ അടിച്ചു മാറ്റിയാണ്? ആ കൊള്ളാലോ നിന്റെ മനസ്സിലിരിപ്പ്. എന്തുമാത്രം സ്വർണ്ണമാണ് അമ്മയുടെ കയ്യില്? എന്റെ മേത്ത് ഒന്നുമില്ല. നിനക്കേ ആവശ്യത്തിൽ കൂടുതൽ സ്വർണം ഞാൻ തന്നതല്ലേ, എല്ലാം വിറ്റ് തുളച്ചതിന് ഞാൻ എന്നാ ചെയ്യാനാ? അതിപ്പോ ജീവിതമാകുമ്പോ കുറെ പ്രശ്നങ്ങളും പ്രാരാരൊക്കെ വന്നൂലോ. വന്നിട്ട് നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ മുടക്കിയത്. നിന്റെ സ്വർണം വിറ്റത് നിന്റെ ആൾക്കാർക്ക് വേണ്ടി, എനിക്കോ അമ്മയ്ക്കോ ഈ കുടുംബത്തിനൊന്നും വേണ്ടിട്ടല്ല. ഞാൻ ചേട്ടനോട് ചോദിച്ചില്ല, ഞാൻ എന്റെ അമ്മോടാണ് പറഞ്ഞത്. ഞാൻ എന്റെ പെങ്ങളോടാ പറഞ്ഞത്. എനിക്ക് കേക്കണ്ട. ആ 2 വിരലെടുത്ത് ചെവിയിലെങ്ങ് പൊത്തു, അപ്പൊ അടയും, പിന്നെ കേക്കില്ല. എനിക്ക് സൗകര്യമില്ല. എടി മോളെ നിന്നെ ഞാനൊരു കൂട്ടം കാണിച്ചു തരട്ടെ. ഇത് കണ്ടാ? ഇത് അച്ഛൻ 10ാം ക്ലാസ് പാസ്സായപ്പോ എനിക്ക് തന്ന സമ്മാനല്ലേ? അതെ. 10ാം ക്ലാസ് പാസ്സായപ്പോ മോതിരീപക്ക ആ എനിക്ക് ഒരു കടുകുമണി പോലും തന്നില്ലല്ലോ. അതിന് നീ 10ാം ക്ലാസ് 3-4 പ്രാവശ്യം എഴുതിയല്ലേടാ കുഞ്ഞെ ജയിച്ചത്. പിന്നെ എങ്ങനെ ഈ മോതിരമൊക്കെ തരുന്നത്? മറ്റേ ഇതിരുന്ന് ചലിക്കുന്ന പോലെ കിളിക്കണ്ട കേട്ടാ. 4-5 പ്രാവശ്യം ഇറങ്ങി അത്ര അറിവ് എനിക്ക് കൂടുതൽ കിട്ടി. ആ കുട്ടി എന്താ